നമ്മുടെ ബോബി ചെമ്മണ്ണൂരിനെ ഇപ്പോൾ ഈ വാർത്ത ചിലപ്പോൾ നിങ്ങളിലേക്ക് എത്തുമ്പോഴേക്കും അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ടാവും. അദ്ദേഹത്തെ അവിടെ നിന്ന് കൊണ്ടുവന്നു സെൻട്രൽ പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചു, അകത്ത് കയറ്റിയത് വരെയുള്ള ദൃശ്യങ്ങളാണ് ഞാനിത് എടുക്കുമ്പോൾ കണ്ടിട്ടുള്ളത്. അറസ്റ്റ് രേഖപ്പെടുത്തും, മജിസ്ട്രേറ്റിൻ്റെ അടുത്ത് ഹാജരാക്കും, അദ്ദേഹത്തിനെ റിമാൻഡ് ചെയ്യും. കുറേ കാലങ്ങളായി അദ്ദേഹം ഇതുപോലെയുള്ള വഷളത്തരങ്ങൾ പല രീതിയിലും പല രൂപത്തിലും പല ഭാവത്തിലും ഒക്കെ പറയുന്നുണ്ട്. അതിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എന്നെ ഏറ്റവും വേദനിപ്പിച്ചത് ഒരു പാവം തട്ടുകടക്കാരൻ്റെ അടുത്ത് ഭാര്യയും ഭർത്താവൂടെ ജോലി ചെയ്യുന്നിടത്ത് കാണിച്ച വഷളത്തരവും അത് വീഡിയോ എടുത്ത് പ്രചരിപ്പിച്ച ഒരു ഞരമ്പൻ മനസ്സുമാണ്. സത്യം പറഞ്ഞാൽ അത്രമേൽ ക്രൂരത അവരുടെ പാവത്തരത്തോട് അല്ലെങ്കിൽ അവരെ കഷ്ടപ്പാടിനോടൊക്കെ ഇയാൾ കാണിക്കുക എന്ന് പറഞ്ഞാൽ ഒരു സവിശേഷമായ സംഗതിയാണ്. പിന്നെ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തത് മുതൽ ഈ നമ്മുടെ മപ്രകൾ വാർത്ത വിടുന്ന കേട്ടാൽ മഹാസംഭവം പോലെയാണ്. ഇടയ്ക്കിടയ്ക്ക് ബോബി ചെമ്മണ്ണൂരിൻ്റെ റൂട്ട് മാറ്റുന്നുണ്ട്. എന്താ മാറ്റിയില്ലെങ്കിൽ വഴിയിലെങ്ങാനും ബോബി ചെമ്മണ്ണിനെ അനുകൂലിക്കുന്നവർ റെഡിയായി നിൽപ്പുണ്ടോ? ആരെങ്കിലും ആക്രമിക്കാൻ നിൽക്കുന്നോ? ആൾക്കൂട്ടമുണ്ടോ? വഴി ഒഴിഞ്ഞു പോയത് ഈ തിരക്കില്ലാത്ത വഴി തിരക്കി ജീപ്പിൽ പോയതായിരിക്കും. അതിനാണ് ലൈവ് അടിക്കുന്നത്. ഉന്നത ഉദ്യോഗസ്ഥർ ബന്ധപ്പെട്ട് ഇടയ്ക്കിടയ്ക്ക് വഴി മാറ്റുന്നുണ്ട്. അതെന്തിനാണ് വഴി മാറ്റുന്നതെന്ന് നമുക്കറിയാൻ കഴിയുന്നില്ല എന്നൊക്കെ പറഞ്ഞാണ് എല്ലാവരും കാച്ചുന്നത്. ഈ കാച്ചുന്നവരുടെ സ്ഥാപനത്തിലെല്ലാം 1, 2, 3 പീഡന കേസിൻ്റെ പരാതികളൊക്കെ കിടപ്പുണ്ട്. അതിനെക്കുറിച്ചൊന്നും അവർ മിണ്ടുന്നില്ല. എന്തുമാകട്ടെ, ഇതിപ്പോൾ ബോച്ചയുടെ വിധിയും ഗതിയുമാണ്. എൻ്റെ വിഷയം അതല്ല. ഈ ബോച്ച ഇത്രയും കാര്യം ചെയ്തിട്ടും ഞാനതിൻ്റെ കമൻറ്റുകളിലും ബാക്കിയുള്ള ഇടങ്ങളിലും എല്ലാം വായിക്കുകയായിരുന്നു. ഒരാൾ പോലും ബോച്ചയുടെ ജാതിക്കാരെ ഒന്നും പറയുന്നില്ല. പറയണമെന്നല്ല എൻ്റെ അഭിപ്രായം, പറയാൻ പാടില്ല. അയാളുടെ പ്രവൃത്തിയെക്കുറിച്ച് മാത്രമാണ് പറയുന്നത്. അയാളെയാണ് തെറി വിളിക്കുന്നത്, അയാളെയാണ് കുറ്റം പറയുന്നത്, അയാളെയാണ് ആക്ഷേപിക്കുന്നത്. പക്ഷേ ഒരാൾ പോലും അയാളുടെ ജാതിയിൽപ്പെട്ടവർ ഇന്ന സ്ഥലത്ത് പോകണം, അവന്മാരെല്ലാം ഇങ്ങനെയാണ്, അവന്മാരെ പഠിപ്പിച്ചത് ഇങ്ങനെയാണ്, അവന്മാരെല്ലാം മറ്റേതിങ്ങനെയാണ് എന്നൊന്നും പറയുന്നില്ല. പക്ഷേ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ഈ പ്രതിക്ക് പകരം ഒരു മുസ്ലിം പ്രതി ആയിരുന്നെങ്കിൽ ഞങ്ങളെല്ലാവരും ഇപ്പോൾ എയർപോർട്ടിൽ നിന്നേനെ. എന്തിനാന്ന് ചോദിച്ചാൽ പാകിസ്ഥാനിൽ പോകാൻ. ഇത് കാണുമ്പോൾ മുതൽ അങ്ങ് തുടങ്ങും. പെട്ടിയെടുത്ത് എല്ലാവരെയും പാകിസ്ഥാനിൽ വിടണം, യവന്മാരെ അവിടെ വിടണം, യവന്മാരെ അങ്ങോട്ട് വിടണം, സൗദി അറേബ്യയെ വിടണം. പിന്നെ എത്രയോ നൂറ്റാണ്ടിന് മുമ്പ് മരിച്ച ഒരു ബഹുമാന്യനായ പ്രവാചകനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കിടക്കാനൊക്കത്തില്ല. ഗോത്രവർഗം, അദ്ദേഹം വിവാഹം കഴിച്ചത് അടക്കമുള്ള കാര്യങ്ങളൊക്കെയും യവന്മാരെന്തെല്ലാം പുകിലാവുമായിരുന്നു, എന്തെല്ലാം കമൻറ്റുകൾ കാണണമായിരുന്നു. കഴിഞ്ഞ ദിവസം 2 പോലീസുകാർ ഭിക്ഷയ്ക്ക് ചെന്ന ഒരു സ്ത്രീയെ മുറിക്കകത്തിട്ട് പൂട്ടി പീഡിപ്പിക്കാൻ ശ്രമിച്ചു. അവന്മാരുടെ ചിത്രം ഇന്ന് കണ്ടപ്പോൾ രണ്ടും വെള്ളമടിച്ചോ മയക്കുമരുന്നടിച്ചോ ചീഞ്ഞളിഞ്ഞിരിക്കുക. പോലീസിലൊക്കെ കയറിയെന്നേ കാണുള്ളൂ, ജോലിക്കൊന്നും പോകുന്ന കാണത്തില്ല. പക്ഷേ അവന്മാരുടെയും പേര് ഈ ഗണത്തിൽ വരാത്തതുകൊണ്ട് അവരാരും ബോംബെയിലും പോകണ്ട, പാകിസ്ഥാനിലും പോകണ്ട, വേറൊരു രാജ്യത്തും പോകണ്ട, നേപ്പാളിലും ഒന്നും പോകണ്ട. പക്ഷേ മുസ്ലിം പേരുകാരൻ എന്തെങ്കിലും ചെയ്തു പോയാൽ എൻ്റെ പൊന്നോ, പിന്നെ കിടന്നു പൊറുക്കാനൊക്കില്ല. എല്ലാവരും പൊയ്ക്കോടാ 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 എന്നാണ് പറയുന്നത്. ഇന്നിപ്പോൾ അത്തരമൊരു കാര്യമേ കണ്ടില്ല. മതം എന്ത് പഴിച്ചു, അയാളുടെ ജാതി എന്ത് പഴിച്ചു, അയാളുടെ ബന്ധുക്കൾ എന്ത് പഴിച്ചു, ഒന്നും ചെയ്തില്ല. അതിൻ്റെ സോക്കേട് അയാളുടെ മാത്രമാണ്. അങ്ങനെ സോക്കേട് കാണിക്കുന്നവൻ്റെ സൂക്കേട് മാത്രമാണ് പറയേണ്ടത്. അത് പക്ഷേ മുസ്ലിം വിഭാഗത്തിലാവുമ്പോൾ അത് പറ്റൂല. ഞങ്ങളൊക്കെ പ്രതിയാണ്, ഞങ്ങളെല്ലാവരും പോകണം പാകിസ്ഥാനിൽ. ഈ പേരിൻ്റെ സ്ഥാനത്ത് ഏതെങ്കിലും ഒരു മുസ്ലിം പേരുകാരനായ എന്തെങ്കിലും ഒരു സ്വർണ്ണക്കടക്കാരനോ ആണെന്നിരിക്കട്ടെ, പിന്നെ അവൻ എന്തെല്ലാം കേൾക്കണം. മലദ്വാർ ഗോൾഡ്, അല്ലാത്ത ഗോൾഡ്, യവനൊക്കെ പിന്നെ കച്ചവടം നടത്താൻ എവിടുത്ത് വെച്ചോണ്ടാണ് വരുന്നത്? അതിന് പകരം വേറെ വല്ല ഊട്ടയിലുമാണോ വെക്കുന്നത്? ഒന്നുമല്ല. ഈ കള്ളക്കടത്തും കച്ചവടവും നടത്തുന്നവർക്കെല്ലാം ആ ദ്വാരത്തിലുമൊക്കെ വെച്ചാൽ പലരും കടത്തിക്കൊണ്ട് വരുന്നത്. പക്ഷേ ഈ ദ്വാരത്തിന് മാത്രം ഒരു പ്രത്യേക രുചിയാണ്. അതുകൊണ്ട് എല്ലാവരും അത് കാത്തിരിക്കുക. അത് ഇന്ന് എങ്ങും കാണാനേ ഇല്ല. അതൊരു വലിയ പ്രത്യേകതയാണ്.